നാലാമത്തെ മാസം റൂഹൂദ് ഗർഭാശയത്തിൽ കുഞ്ഞ് വളരാൻ തുടങ്ങിയാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണമെന്നറിയോ? അവരാ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ നാലാം മാസത്തിൽ ഉമ്മാന്റെ ഉദരാശയത്തിന്റെ ഉള്ളിൽ കുഞ്ഞിന് റൂഹൂദിയിട്ട് അനക്കം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തുടങ്ങേണ്ട ദുആയാണ്. ഞാൻ ഓരോ ഘട്ടങ്ങളായി പറഞ്ഞു തരികയാ. പിന്നീട് നിരന്തരമായി ദുആ, നിസ്കാരത്തിന് ശേഷവും ദുആ, ഉംറക്ക് പോയാലും ദുആ, സദഖ ചെയ്യുമ്പോഴും ദുആ, വാളിന്റെ മജ്ലിസിലും ദുആ. എന്താ ദുആ എന്നറിയോ? റബ്ബേ ലഇൻ അതൈതനാ സാലിഹാ ലഇൻ അതൈതനാ സാലിഹാ. പടച്ചവനെ, ഞാൻ പ്രതീക്ഷയോടെ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ വളർത്തുന്ന എന്റെ ഈ പൊന്നുമോനും മാട ഗർഭാശയത്തിൽ വളരുകയാണ്. അല്ലാഹുവേ, മരണം വരെ എന്റെ ഈ പൊന്നുമോനെ ഇവനെ ഒരു സാലിഹാക്കി തന്നാൽ, എനിക്ക് ഏറ്റവും സച്ചരിതനായ മകനായി തന്നാൽ, മരണം വരെ എന്റെ കണ്ണിന് കുളിർമയേകുന്ന, എന്റെ മനസ്സിന് പ്രതീക്ഷ നൽകുന്ന, എന്റെ ജീവിതത്തിന് കൂട്ടാവുന്ന ഒരു സാലിഹാക്കി തന്നാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ. ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാണ് റബ്ബേ. പടച്ചവനെ, ദുആ ചെയ്യേണ്ടത് എങ്ങനെയാ? ആണ് വേണമെന്നും ചോദിക്കരുത്, പെണ്ണ് വേണമെന്നും ചോദിക്കരുത്. അല്ലാഹുവേ, ഈ ദുആ പ്രധാനപ്പെട്ടതാ. അല്ലാഹുവേ, ലഇൻ ആതൈതനാ അസ്സാലിഹാ, ഇതിനെ ഒരു സാലിഹാക്കി തരണേ അല്ലാ, ഇതിനെ ഒരു സാലിഹാക്കി തരണേ അല്ലാ, ഇതിനെ ഒരു സാലിഹാക്കി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, മക്കളുണ്ടായിട്ട് കാര്യമില്ല, 5 ആണും 5 പെണ്ണും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരെണ്ണമാണുള്ളതെങ്കിലും ആ ഉള്ളതിന് സാലിഹാക്കി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ, ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന, ഏത് സമയത്തും നമ്മുടെ വീടുകളിൽ പ്രകാശം പരത്തുന്ന ഒരു നല്ല മോനായി കിട്ടിയാൽ, ഒരു നല്ല മോളായി കിട്ടിയാൽ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമെന്ന് പറയാ. അതുകൊണ്ട് പിതാക്കന്മാരെ, മക്കളുടെ കാര്യത്തിൽ ഒരൊറ്റ ആഗ്രഹമേ പാടുള്ളൂ. അവൾ ഡോക്ടറാകണമെന്നല്ല, അവൻ എഞ്ചിനീയർ ആകണമെന്നല്ല. പടച്ചവനെ, സ്വാലിഹാക്കി തരണേ അല്ലാ, സ്വാലിഹാക്കി തരണേ അല്ലാ. അതിന് നമ്മുടെ